വേൾഡിലെ ആദ്യത്തെ സംഭവമാണ്. സംഭവം നടന്ന വീടിൻ്റെ മുൻഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പോലീസ് റിബൺ കെട്ടി മറച്ചിട്ടുണ്ട്. പരിസരവാസികളോട് അന്വേഷിച്ചപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് അവർക്ക് നല്ലതേ പറയാനുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. വസന്തേന്നവരല്ലേ? ആദ്യം ഇങ്ങനെ വീട്ടുകളിലൊന്നും ജോലിക്ക് പോകൂലായിരുന്നു. ഇപ്പൊ ഒരു 8-9 വർഷം കൊണ്ട് എന്നെ തൂക്കാനും വാരാനും ആ പോണത് കൊണ്ടാണ് ഇവിടെ. നമുക്ക് പക്ഷേ ഇവരെ പറ്റി ആരും മോശമായിട്ടൊന്നും പറയുന്നില്ല. ഇവര് കുട്ടിക്കോളം തൊട്ട് ഇവര് വാപ്പായൊക്കെ എനിക്ക് അറിയാം. വാപ്പായായിരുന്നു, വാപ്പായും അമ്മയൊക്കെ അറിയാം. അവറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോയതാണ്. ജനിക്കുന്നുമ്പേ ആ തള്ള ഞങ്ങളോട് തയ്ക്കാനും പറക്കാനും ഒക്കെ വരുന്നു. നല്ല എന്തൊരായിപ്പോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ പിള്ളേരെ കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു ശല്യമില്ല. ആ തള്ള എങ്ങനെ ഒരു പാവപ്പെട്ട തള്ളയാണ് ആ പെണ്ണ്. വസ്തു വാങ്ങിച്ചത് അങ്ങനെയൊക്കെ 60 ലക്ഷം രൂപ വരും. 60 ലക്ഷം പറഞ്ഞാൽ ഒന്നും ഇല്ലേ. അപ്പൊ ഇവനെ എടുക്കാൻ ഞാൻ നോക്കിയുള്ളൂ. വൻ സംഘടനകൾ വരും ഇവനെ ഏറ്റെടുക്കാൻ. ഇവനെ ആരെങ്കിലും വൻ സംഘടനകൾ വരും. കാരണം ഇവനെ കൊള്ളാം, ഉപയോഗിക്കാൻ കൊള്ളാം എന്നുള്ളവനല്ലേ. അല്ലാതെ അവള് മക്കളെ സ്നേഹിക്കും പോലെ ഒരു തള്ളാണ്. ഞാൻ പറഞ്ഞത് ഒരു കണക്കിനെ വെച്ച് മരിച്ചോളേ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രയ്ക്ക് സ്നേഹിച്ച മക്കളാണ്. ഇതൊരു പ്രശ്ന പരിഹാരമല്ല. എന്ത് സംഭവം ഉണ്ടെങ്കിലും നമുക്ക് തടയിൽ നിന്ന് പറയത്തക്ക കേസ് കിട്ടുള്ളേ ഉള്ളൂ. ഇതൊരു കാരണമല്ല. പക്ഷെ ഇത് ഒരു ഭ്രാന്തെന്നും പറയാൻ പറ്റില്ല. ലോകത്ത് ഒരുപാട് കൊലപാതകങ്ങളും വെടിവെപ്പുകളും സ്ഫോടനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമാണ് ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് ആരുടെയും ശ്രദ്ധയിൽ പെടാതെ ചെയ്യണമെങ്കിൽ ഇവര് ചെന്ന് പോലീസിൽ ഓരം പറഞ്ഞു ചെല്ലി അറിഞ്ഞോളൂ. അതുവരെ ആരും അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ അയലോകത്ത് വീട് വീടുകൾ ഇരിക്കുന്നതാണ്. എല്ലാം അതിലും 2 പേർ കൊല്ലപ്പെട്ട വീടാണിത്. അമ്മ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലായിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാതൃസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ആ അമ്മ. ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കട്ടലിൽ നിന്ന് വീണതാണെന്ന് ആ അമ്മ പറഞ്ഞു. പക്ഷേ അപകടമുണ്ടാക്കിയ മകനെക്കുറിച്ച് തെറ്റായ ഒരു വാക്കുപോലും വേദനിക്കുന്ന അവസരത്തിലും അമ്മയ്ക്ക് പറയാൻ തോന്നിയില്ല. ഇതൊരു വലിയ സൂചനയാണ്. കൃത്യമായ ബോധവൽക്കരണവും കൃത്യമായ പഠനങ്ങളും നൽകിയില്ലെങ്കിൽ നമ്മുടെ തലമുറ ഇനി ഇതിലധികവും കാട്ടിക്കൂട്ടാൻ ഇടയുണ്ട്. ക്യാമറമാൻ എമിലിനും പ്രൊഡ്യൂസർ ബെർണാഡിനും ഒപ്പം ടൈം മീഡിയയ്ക്ക് വേണ്ടി മാർട്ടിൻ.